ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരങ്ങളിലേക്ക് നമ്മളെല്ലാവരും സമർപ്പിക്കാം. എത്ര അതിശയകരമായ രീതിയിൽ ദൈവം ഈ ഒരു സംവത്സരം നമ്മൾ നടത്തി. 2026 നോമ്പിൻ്റെ ഈ നാളുകളൊക്കെ കാണുവാൻ, ദൈവവചനം വായിക്കാൻ, കർത്താവിൽ പ്രത്യാശയോട് കൂടെ പ്രാർത്ഥിക്കുവാൻ ദൈവം നമുക്ക് നൽകിയ വലിയ ഭാഗ്യമാകുന്നല്ലോ. അതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. The Gospel according to St. John chapter 5 verses 25 to 29. അതിലൊരു വാക്യം ഞാൻ നിങ്ങളോട് ചേർന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. ഇപ്പോൾ വന്നുമിരിക്കുന്നു. 5-ാം അധ്യായത്തിൻ്റെ വാക്യങ്ങൾ ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. 25-ാം വാക്യം, ഐ എം ടെല്ലിങ് യു ദ ട്രൂത്ത്, ദ ടൈം ഈസ് കമ്മിങ്, ദ ടൈം ഹാസ് ഓൾറെഡി കം, when the dead will hear the voice of the Son of God, and those who hear it will come to life. നിങ്ങൾ കേൾക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം വളരെയധികം പ്രതിസന്ധികളുടെ കാലഘട്ടത്തിൽ യോഹന്നാൻ കുറിച്ചതാണ്. സഭ അതിന് വലിയ പ്രതിസന്ധിയാണ്. സഭ പീഡനത്തിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. സഭ അതിൻ്റെ പിതാക്കന്മാർ ഓരോന്നോരായിട്ട് രക്തസാക്ഷികളാവുകയാണ്. അതിൻ്റെ മധ്യത്തിൽ യോഹന്നാൻ കൊടുക്കുന്ന മെസ്സേജ്, ഡോണ്ട് വറി, ഗോഡ് ഈസ് വിത്ത് യു. യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് വിശുദ്ധ യോഹന്നാൻ സമൂഹത്തിനോട് പറയുന്നത്, മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കും. The dead are not hopeless. മരിച്ചുപോയവരുടെ ജീവിതത്തിൽ എന്നേക്കും നഷ്ടപ്പെട്ടു പോയിട്ടില്ല അവർ. God is with them. Even after death, God will not forsake them. പക്ഷെ അതിനെക്കാട്ട് ഉപരിയായിട്ട് ജീവിച്ചിരിക്കുന്നതായിട്ടുള്ള നമുക്ക് ദൈവം ഒരു മെസ്സേജ് തരുന്നുണ്ട്. In the midst of the crisis that we face in our day-to-day life, God is speaking to us that when we are spiritually dead because of the affluence of life, നമ്മുടെ ജീവിതത്തിൽ സംതൃപ്തി എല്ലാത്തിനും ലഭിക്കുമ്പോൾ ഒരു ആത്മീയ മരണമുണ്ട്. But when you listen to Lord's word, God will make us alive. ദൈവം നമുക്കൊരു പുതിയ ജീവൻ നൽകും. ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വാക്യം, ഇപ്പോൾ വന്നുമിരിക്കുന്നു. കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വന്നിരിക്കുന്നു. ഇപ്പോൾ വന്നിരിക്കുന്നു. യെസ്, ഇൻ ജീസസ് യു ആർ being made alive right now. നമുക്ക് ദൈവം ഒരു പുതിയ ജീവൻ നൽകുവാൻ ആഗ്രഹിക്കുന്നു. When you anchor your hope in Christ, Christ will make you alive. ഈ നോമ്പിൻ്റെ ദിവസങ്ങളൊക്കെ നമ്മൾ ക്രൂശിനെ ആശ്രയിക്കുന്നവരാണ്. കർത്താവായ യേശുവേ, നിൻ്റെ ക്രൂശിൻ്റെ രക്തത്താൽ എനിക്ക് വീണ്ടും ഒരു ജീവിതം നൽകണമേ. Give me a new life, Lord, anchored in you. Help me to have a faith that is so powerful that no power in this world can take it away from me. ആ വലിയ പ്രത്യാശ, വലിയ ഒരു ധൈര്യം ദൈവം നമുക്ക് ഈ അന്ധകാരത്തിന് നാൾ നൽകട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നിൻ്റെ ആത്മാവിൽ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. നിൻ്റെ കൃപ ഞങ്ങളോട് കൂടുണ്ടായിരിക്കണമേ. ഈ കർത്താവ് ഈ സമയം
നിന്നോട് ഇടപെടുവാൻ നീ ഞങ്ങൾ ഓരോരുത്തരെ സഹായിക്കണമേ. കർത്താവെ പൂർണ്ണമായിട്ട് ആശ്രയിക്കാനുള്ള കൃപ നൽകണമേ. Help us to have a hope anchored in you, Lord. In you alone, Lord. You are a Lord and a Master. ദൈവമേ കരുണ ഉണ്ടാകണമേ. യേശുനാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.